എത്രയാണെങ്കിലും വിജയ്ക്കൊരു മാറ്റവുമില്ല. അദ്ദേഹത്തിൻ്റെ ഏത് തീരുമാനവും നല്ലതായിരിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയിയെ അഭിനന്ദിച്ച് നടൻ ശിവകാർത്തികേയൻ. ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ഒരാൾ സംസ്ഥാനത്തിൻ്റെ ഉന്നത രാഷ്ട്രീയ പദവിയിലേക്ക് എത്തിയതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സേയോൻ എന്ന ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് 10-നാണ് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. തൻ്റെ സിനിമാ സഹപ്രവർത്തകനായ വിജയ് മുഖ്യമന്ത്രിയായതിൽ തനിക്ക് വലിയ സംതൃപ്തിയുണ്ടെന്ന് ശിവകാർത്തികേയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സിനിമാ വ്യവസായത്തിൽ നിന്നുള്ള ഒരാൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത് കാണുന്നത് വലിയ കാര്യമാണ്. വിജയത്തിന് ശേഷം താൻ വിജയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇത്രയും വലിയൊരു രാഷ്ട്രീയ വിജയം നേടിയെങ്കിലും വിജയ് എന്ന വ്യക്തിയിൽ മാറ്റമൊന്നും ഇല്ലെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. പഴയതുപോലെ തന്നെ ശാന്തമായ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. തൻ്റെ സുഖവിവരങ്ങൾ വിജയ് ചോദിച്ചറിഞ്ഞുവെന്നും ശിവകാർത്തികേയൻ പറഞ്ഞു. വിജയ് എന്ന വ്യക്തി അന്നും ഇന്നും ഒരുപോലെയാണെന്നും ശിവകാർത്തികേയൻ അഭിപ്രായപ്പെട്ടു. വിജയ് തൻ്റെ പുതിയ രാഷ്ട്രീയ ദൗത്യം വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുമെന്ന ആത്മവിശ്വാസവും ശിവകാർത്തികേയൻ പ്രകടിപ്പിച്ചു. അദ്ദേഹം കൈക്കൊള്ളുന്ന ഏതു തീരുമാനവും നന്നായിട്ടായിരിക്കും നടപ്പിലാക്കുന്നത്. ഈ പുതിയ ഉത്തരവാദിത്വവും അതുപോലെ തന്നെയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ശിവകാർത്തികേയൻ്റെ വാക്കുകൾ. വിജയ് നായകനായ ദ ഗോട്ട് എന്ന ചിത്രത്തിൽ ശിവകാർത്തികേയൻ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. ഈ ചിത്രത്തിൽ വിജയ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു തോക്ക് ശിവകാർത്തികേയന് കൈമാറുന്ന രംഗം ഏറെ ചർച്ചയായിരുന്നു. സിനിമയിലെ വിജയുടെ പിൻഗാമിയായി ശിവകാർത്തികേയനെ അവതരിക്കുന്നതിനെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്ന രംഗമാണിതെന്നാണ് അന്ന് ഉയർന്ന വിലയിരുത്തൽ. എന്നാൽ വിജയ്ക്ക് പകരക്കാരനാവാൻ മറ്റാർക്കും കഴിയില്ലെന്നാണ് ശിവകാർത്തികേയൻ ഇതിനോട് പ്രതികരിച്ചത്. അപ്പോൾ ഏതായാലും ശിവകാർത്തികേയൻ പറഞ്ഞതുപോലെ വിജയ് ഇന്നും എന്നും ഒരുപോലെ തുടരുമോ അതോ മാറ്റങ്ങളുണ്ടാകുമോ? ഏതായാലും നമുക്ക് കാത്തിരിക്കാം പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാനായിട്ട്. തമിഴ്നാട്ടിലേക്ക് കാതോർത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്